ഞാനൊരു കാര്യം പറയാണ്, ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു സംഭവമാണ്. ആക്ടർ അനു സിത്താര വിഷുവിന് ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ സമൂഹം കാണുന്നില്ല. ജസ്ന സലീം പോസ്റ്റ് ചെയ്താൽ മാത്രമേ കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരാൾക്കും പരാതിയില്ല. ഒരു മനുഷ്യൻ പോലും അതിന് പരാതിപ്പെട്ടില്ലല്ലോ. ദേവസ്വം ബോർഡ് പരാതിപ്പെട്ടോ? ഒരാളും പരാതിപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? ഞാൻ മറ്റൊരു മതസ്ഥയായതാണ് ഇപ്പൊ പലർക്കും പ്രശ്നം. അവരുടെ കണ്ണനാണ് പോലും. അവരുടെ കണ്ണന് ഞാൻ എന്തിന് വരയ്ക്കുന്നു? അവരുടെ കണ്ണനെ ഞാൻ എന്തിനു ഉമ്മ വെച്ച്? അവരുടെ കണ്ണന്റെ അടുത്തേക്ക് ഞാൻ എന്തിനു പോയി? ഞാനും ചോദിക്കട്ടെ, കണ്ണന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാരുടേത് മാത്രമാണെന്ന്? ഹൈന്ദവരോട് ചോദിക്കുക, ഞാൻ എവിടെങ്കിലും കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ? ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്. കണ്ണൻ അറിയാതെങ്കിലും നമ്മൾ നാവുകൊണ്ട് ഒന്ന് വിളിച്ചു പോയാ കൂടെ ഇറങ്ങിപ്പോരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരിഞ്ഞോട് ചോദിക്കുന്നു, എന്തിനാണ് ഗുരുവായൂർ പോയി കളിക്കുന്നത്? നന്ദനം സിനിമ ഉണ്ടില്ല, എന്റെ പുരയിലേക്ക് ഇങ്ങോട്ട് വരൂലേന്ന്. പക്ഷെ നമ്മള് അവിടെ പോയി കാണുക എന്ന് പറയുന്നത് എനിക്ക് ഞാൻ നടയെ തട്ടോളെ പോവുള്ളൂ, ഉള്ളിലേക്കൊന്നും ഞാൻ കയറില്ല. പക്ഷെ അവിടെ പോയാലും കണ്ണനെ എനിക്ക് അവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും പോകാറ്. അതെന്തോ അവിടെ പോയി കാണുമ്പോ ഒരു സന്തോഷം എന്നുള്ളതാ. വിശ്വാസമൊക്കെ മാറിയാലകത്ത് കയറരുത്. അല്ല, വിശ്വാസം മാറി അകത്ത് കയറാം. പക്ഷെ ഞാൻ മാറിയിട്ടില്ല. നമ്മളെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരെയും കൂടി നമ്മൾ നോക്കണം. എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവിനെ നോക്കണം. അങ്ങനെ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തൃപ്തിയോടെ അല്ല ജീവിക്കുന്നത്. അതേപോലെ പലർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം പല സാഹചര്യങ്ങളും മാറ്റി മറിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ചുറ്റിലുള്ള ആൾക്കാരെയും നോക്കണം.